ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല കേട്ടോ. അതായത് ഞാനിങ്ങനെ ഫ്ലാറ്റിലിരുന്ന് പോയി വിചാരിച്ചു, എന്തെങ്കിലും സംഭവമൊക്കെ ഒന്ന് നട്ട് വലുതാക്കിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളൊക്കെ ഒന്ന് നട്ട് നോക്കിയാലോ. എന്തായാലും ചുമ്മാ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അല്ലറച്ചിലൂടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇതേപോലെ കേൾക്കാറുണ്ട്, നീ ഒന്നും ഒരു ചെടി പോലും നട്ടിട്ട് ഒരു കാര്യമില്ലടാ, അതൊന്നും ഉണ്ടാവത്ത് പോലില്ല, അതൊന്നും കിളിർത്ത് പോലും വരത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വിത്ത് കിട്ടി കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ കുഴിച്ചൊക്കെ ഇട്ട് നോക്കാറുണ്ട്. പക്ഷെ അത് എന്നോട് ഒരു അനുസരണ പോലും കാണിച്ചിട്ട് ഒരു മുള പോലും വരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇതങ്ങനല്ല കേട്ടോ. ഞാൻ വേറെ ഇവിടെ നിന്ന് പുറത്തുനിന്നൊന്നും ഒരു സാധനങ്ങളൊന്നും അങ്ങനെ മേടിച്ചു വിത്തൊന്നും മേടിച്ചു കൊണ്ടുവന്നൊന്നുമില്ല. നമ്മളിവിടെ മുളകുണ്ടായിരുന്നു, പഴുത്ത മുളകുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കീറിയെടുത്തിട്ട് അതിന് കുറച്ച് വിത്ത് എടുത്തിട്ട് ഞാനൊന്ന് കുഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആശാൻ വളരെ എന്ന് പറയും സന്തോഷഭരിതമായ ഒരു മുഹൂർത്തം നടന്ന പോലെ സംഭവം കിളിർത്ത് വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ എന്താ പറയുക വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചുമ്മാ പറയുന്നില്ല, ഞാനിതിൻ്റെ തെളിവ് കാണിച്ചുതരാം. അതുപോലെ എനിക്ക് കിട്ടിയ കുറച്ച് സാധനത്തിൻ്റെ ഒക്കെ ചെടികൾ ഞാനിവിടെ കുഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞു മുളക് ചെടിയുടെ കാണിച്ചുതരാം. എന്ന് വിചാരിക്കും ഞാൻ ചുമ്മാ പറയുന്നതായിരിക്കും എന്നുള്ളത്. ചുമ്മാ പറയുന്നതൊന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ നട്ടുകഴിഞ്ഞാലും ചെടിയൊക്കെ മുളക്കും എന്നുള്ള കാര്യത്തിൻ്റെ തെളിവാണ് ഈ കാണുന്ന മുളക് ചെടി. എങ്ങോട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 1 2 3 4 ഒരു 5 ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് വലുതായി കഴിഞ്ഞിട്ട് ശേഷം വേണം ഇവനെ ഒന്ന് മാറ്റി വേറെ ഒരു ചട്ടിയിലോട്ട് മാറ്റിയിടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ വളർത്തുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ ആകെ ഒരു ഇച്ചിരി സ്ഥലമുള്ളൂ. ആ ഒരു ഇച്ചിരി സ്ഥലം കൊണ്ട് ഞാൻ സെറ്റാക്കിയതാണ് ഇതൊക്കെ. അതുപോലെ ഈ ഒരു സംഭവം, ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. തെച്ചിയോ മുല്ലയോ അങ്ങനെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പേര്. എന്തായാലും ഈ സംഭവം എനിക്ക് കിട്ടുന്ന സമയത്ത് ആകെ ഒരു കൊമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ കുഴിച്ചിട്ടപ്പോൾ ആകെ വാടി ഉണങ്ങിപ്പോയായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലെ ഇവിടെ വേറെ സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് വളം കിട്ടി, ചാണകം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വളം കിട്ടി. അപ്പോൾ അതുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയപ്പോൾ ഇതിലിപ്പോൾ അതാ പൂവൊക്കെ കണ്ടാ, ഏകദേശം ചെറിയ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവനെയും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വന്ന ടൈം മുതൽ ഞാൻ വളർത്തുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന കറ്റാർ വാഴ. ഇത് കണ്ട, ഇതിൻ്റെ ഈ ഒരൊറ്റ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ അത്യാവശ്യം ചെടികളുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെ ബാക്കിലും ഞാനിതേപോലെ കുറേ ചെടികൾ കറ്റാർ വാഴ തന്നെ ഞാൻ വളർത്തി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് ഇതും എനിക്ക് കിട്ടിയത്. ഈ ഒരു ചെടി എനിക്ക് കിട്ടുമ്പോഴും ചെറിയൊരു ഇതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കൂമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിലും ഈ പറഞ്ഞ പോലെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് സെറ്റാക്കിയപ്പോൾ അവനും കുറച്ച് രസകരമായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഞാൻ പോയ സമയത്ത് എനിക്കൊരു കമ്പ് കിട്ടി. അതായത് ചില വീടിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കണ്ടില്ല, ഇങ്ങനെ പടർത്തി വെച്ചിട്ടുള്ള